എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. DQവിനെ നായകനാക്കി സെൽവമണി സെൽവരാജ് തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്ന സിനിമയാണല്ലോ കാന്ത. സിനിമാ പ്രേക്ഷകർ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ഒരു സിനിമയുടെ റിലീസ് തീയതിയായി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് സെപ്റ്റംബർ 12-നായിരുന്നു. എന്നാൽ ലോക എന്ന DQവിന്റെ ചിത്രം വൻ ഹിറ്റായതോടുകൂടി തന്നെ ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് മാറ്റുകയായിരുന്നു. ഇപ്പോഴിതാ കാന്തയുടെ പുതിയ റിലീസ് സംബന്ധമായ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ വരുന്ന നവംബർ 7-നോ നവംബർ 14-നായിരിക്കും ചിത്രത്തിന്റെ റിലീസ് ഉണ്ടാവുക. DQവിന്റെ ഉടമസ്ഥയിലുള്ള നിർമ്മാണ കമ്പനിയും റാണ റഘുപതിയുടെ ഉടമസ്ഥയിലുള്ള സ്പിരിറ്റ് മീഡിയയും ചേർന്നാണ് ഈ ഒരു ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ പുറത്തുവന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസറിനൊക്കെ മികച്ച അഭിപ്രായമാണ് പ്രേക്ഷകർക്കിടയിൽ നിന്നും ലഭിച്ചത്. എന്തായാലും വരും ദിവസത്തിൽ ചിത്രത്തിന്റെ ഒഫീഷ്യലായിട്ടുള്ള റിലീസ് തീയതി പുറത്തുവരും. കാത്തിരിക്കാം ആ ഒരു അപ്ഡേറ്റിന് വേണ്ടി. കഴിഞ്ഞ ദിവസം മമ്മൂക്കയും ബേസിൽ ജോസഫിന്റെ ഫാമിലിയുമൊത്തുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇപ്പോഴത്തെ ബേസിൽ ജോസഫ് പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. അദ്ദേഹം പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: ഒരു ഇതിഹാസത്തോടൊപ്പം ഒരു വൈകുന്നേരം ചെലവഴിക്കാനുള്ള അപൂർവമായ ഭാഗ്യം ലഭിച്ചു. കുടുംബം എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു നിമിഷം. എന്റെ കുഞ്ഞുമകൾ അദ്ദേഹത്തെ നോക്കി ചോദിച്ചു, നിങ്ങളുടെ പേരെന്താ? അതിന് അദ്ദേഹം പുഞ്ചിരിയോട് നൽകിയ മറുപടി മമ്മൂട്ടി. ആ മറുപടി ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു ഓർമ്മയായി ഞങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞു കഴിഞ്ഞു. മലയാളത്തിലും ആഗോള ബോക്സ് ഓഫീസിലും ഇൻഡസ്ട്രി ഹിറ്റ് താണ്ടി പല റെക്കോർഡുകളും താണ്ടിക്കൊണ്ട് മുന്നേറുകയാണല്ലോ ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഇന്ന് ചിത്രത്തിന്റെ 42-ാം ദിവസമാണ്. ലോകയുടെ 41-ാം ദിവസത്തെ കേരള കളക്ഷനിലേക്ക് പോകുമ്പോൾ ഇന്നലെ മാത്രം ബോക്സ് ഓഫീസിൽ ട്രാക്ക് ചെയ്തിരിക്കുന്നത് 592 ഷോകളാണ്. ഇന്നലെ ഓഡിയൻസായി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 12,000-ൽ പരം പ്രേക്ഷകരെയാണ്. 592 ഷോകൾ ട്രാക്ക് ചെയ്യുമ്പോൾ 12% ഓരോ ഷോയുടെയും ആവറേജ് തിയേറ്റർ ഓക്യുപ്പൻസി. ഇന്നലെ മാത്രം ചിത്രത്തിന്റെ ട്രാക്കിട്ട് കേരള കളക്ഷൻ 16 ലക്ഷം രൂപ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ചിത്രത്തിന്റെ 41-ാം ദിവസവും കേരള ബോക്സ് ഓഫീസിൽ 20 ലക്ഷത്തിന് മുകളിലാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതോടെ ചിത്രം 41 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ 119-120 കോടി റേഞ്ചിലാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ലോക ചാപ്റ്റർ 1 ചന്ദ്രയ്ക്ക് ശേഷം ഇന്ത്യൻ ബോക്സ് ഓഫീസിലും കേരള ബോക്സ് ഓഫീസിലും ആഗോള ബോക്സ് ഓഫീസിലും തീ പോലെ കത്തിപ്പടരുകയാണല്ലോ കാന്താര ചാപ്റ്റർ 1 ചന്ദ്ര. ചിത്രത്തിന്റെ 6-ാം ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷനിലേക്ക് പോകുമ്പോൾ ഇന്നലെ മാത്രം ട്രാക്ക് ചെയ്തിരിക്കുന്നത് 1496 ഷോകളാണ്. ഇന്നലെയും 1,56,000-ൽ പരം പ്രേക്ഷകർ ചിത്രം കാണാൻ വേണ്ടി കേരള ബോക്സ് ഓഫീസിൽ എത്തിയിരുന്നു. ഓരോ ഷോയുടെയും ആവറേജ് തിയേറ്റർ ഓക്യുപ്പൻസി 37%. ഇന്നലെ മാത്രം ചിത്രത്തിന്റെ ട്രാക്കിട്ട് കേരള കളക്ഷൻ 2,47 ലക്ഷം രൂപയാണ്. ഇന്നലെയും 2,90 ഒരു കളക്ഷൻ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നേടിയിട്ടുണ്ട്. ഇതോടെ ചിത്രത്തിന്റെ 6 ദിവസത്തെ കേരള കളക്ഷൻ 29 കോടി റേഞ്ചിലും എത്തിയിട്ടുണ്ട്. കൂടാതെ ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ 400 കോടിയും കഴിഞ്ഞ് മുന്നേറുകയാണ്. അപ്പോൾ ലാലേട്ടന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ രാവണപ്രഭുവിന്റെ 4K റീ റിലീസ് പതിപ്പ് ഈ വരുന്ന ഒക്ടോബർ 10-ന് റിലീസ് ആകുകയാണല്ലോ. ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്ന് തുടങ്ങും. ചിത്രത്തിന്റെ ആദ്യ ഷോ ഒക്ടോബർ 10-ന് തുടങ്ങുന്നത് രാവിലെ 7:30 കൂടിയാണ്. ലാലേട്ടനതായി പുറത്തു വന്നിരിക്കുന്ന എല്ലാ റീ റിലീസ് ചിത്രങ്ങളും വിജയിച്ച ചരിത്രമാണുള്ളത്. അതുപോലെ തന്നെ രാവണപ്രഭുവും വിജയ ലിസ്റ്റിൽ ഇടം നേടുമെന്ന് തന്നെയാണ് ആരാധകർ കരുതുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്ന അപ്ഡേറ്റുകളിൽ നിങ്ങളുടെ ഇഷ്ട ചിത്രത്തിന്റെ പേര് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഉറപ്പിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.